അന്ന് തിരിഞ്ഞു നിന്നെ ആ സ്ഥലം എടുത്ത് വെച്ചു കൊടുത്തു ഇനിയിപ്പോൾ എടുത്ത് ആദ്യം ഇത് പോലെ ഇറക്കി മരുന്നാട്ടം കാണിച്ചത് അങ്ങനെ ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു വട്ടക്കായലുണ്ട്. അപ്പോൾ ആ വട്ടക്കായലിൽ നമ്മൾ കാട്ടുവല വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ കൈക്കാരെല്ലാം ഫ്രണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം. എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് നോക്കാം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണേ. ഇപ്പം പാടത്തെല്ലാം വെള്ളം കയറ്റിയിട്ടിരിക്കുക. അപ്പം നമ്മൾ പയ്യെ നമ്മുടെ കായലിലോട്ട് ഇറങ്ങി. അതുകൊണ്ട് ആ കാണുന്നത് 24,000 കണ്ടോ. കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു പോളക്കൂട്ടമുണ്ട്. പോളക്കൂട്ടവും പിന്നെ കടയിലുമൊക്കെ ഉണ്ട്. അപ്പം നമുക്കിന്ന് പോളക്കൂട്ടത്തിലൊന്ന് വെച്ച് നോക്കാം. ഇത് കണ്ടോ, ഇത് 6,000-ൻ്റെ ബണ്ടായത് കണ്ടോ. നമ്മളിത് വല അങ്ങ് വെച്ച് ഇനിയിപ്പം ഈ പോളയെല്ലാം വലിച്ച് മാറ്റണം. വലിച്ച് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വള്ളത്തേലോട്ട് വല വലിച്ച് കയറ്റണം. അപ്പം മീനുള്ളതൊക്കെ നമുക്ക് എടുക്കണം. അപ്പം മീനുണ്ടെന്നുള്ള ലക്ഷണത്തിൽ നമ്മളിവിടെ വല വെച്ചിരിക്കുന്നത്. എന്തായാലും എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. നമുക്ക് നോക്കാം. ഈ ഉപ്പ് കയറിയിട്ടേ പോളയൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പയ്യെ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഒരു മണൽവാക നമുക്ക് കിട്ടിയേ. പക്ഷെ അതിനെ ഓടിച്ച് ഇല്ലെന്നുണ്ടെങ്കിലേ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. വേറൊന്നുമില്ല, നമ്മൾ കായലിലാണല്ലോ, നമ്മുടെ ചുറ്റിനും വെള്ളമാണ്. നമ്മൾ വള്ളത്തേലാണ് നിൽക്കുന്നത്. അപ്പം എടുത്തിടുമ്പോഴത്തേക്കിന് ഇവൻ ചാടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ കിട്ടുന്ന മീനെ പയ്യെ അവിടെ വെച്ച് തന്നെ അങ്ങ് ഒതുക്കുക. കണ്ടോ, ഒരു 3-3.5 കിലോ വരും മണൽവാകയെ. പക്ഷേ ഇതിന് വിലയില്ലല്ലേ. ഇത് അച്ചാറിടാനൊക്കെ പറ്റത്തുള്ളൂ, കറി വെക്കാനൊന്നും പറ്റത്തില്ല. അച്ചാറിടാം. കണ്ടോ, കിടുക്കാച്ച സാധനമാണ്. അടിപ്പൊക്കെ വലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുങ്ങണം. എങ്കിൽ മാത്രമേ അടിപ്പൊക്കെ വലിക്കാൻ പറ്റൂ. ഒരു പുല്ലൻ കിട്ടുന്നുണ്ടേ, പുല്ലൻ വേണ്ട. കണ്ടോ, അവൻ കിടന്ന് മറിയുന്നുണ്ടോ. കണ്ടോ, ഒരു 10 മിനിറ്റത്തേക്കുള്ള പരിപാടിയേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ വലയിൽ ഒരു ചേറുമീനുണ്ടേ. അതിനെ പയ്യെ ഒടിക്കുവാണേ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ വലിയ വെള്ളം അപ്പുറത്ത് കിടക്കുക. അതിന് വല വലിക്കാൻ നേരത്തെ ഇങ്ങ് കൊണ്ടുവരണം. അപ്പം അതുവരെ വലയ്ക്കകത്ത് കിടക്കുമ്പോഴത്തേക്ക് ഇവൻ ചിലപ്പം ചാടിപ്പോകാൻ ചാൻസ്. കണ്ടോ, കണ്ടോ, പൊക്കി കാണിക്കുന്നുണ്ടോ. കണ്ടോ കണ്ടോ. അപ്പം അങ്ങനെ ചെറുമീൻ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പം ഒരു മണൽവാക കിട്ടി. ചെറുമീൻ ഒരെണ്ണം കണ്ട് നമ്മുടെ കൈ കിട്ടി. അപ്പം കാണും, സാധനം കാണും. കരിമീനൊക്കെ കാണേണ്ടതാണ്. വാള കാണാൻ ചാൻസ് കുറവാണ്. കാരണം വാള ഉപ്പുവെള്ളത്തിൽ നിൽക്കത്തില്ല. വാള ആണ്ടെ നമുക്ക് കിട്ടിയ മണൽവാക ആദ്യം കിട്ടിയ കണ്ടോ, ഒരു 3-3.5 കിലോ ഉണ്ട് ഉറപ്പാണ്. കണ്ടോ സാധനം, കണ്ടോ, കിടക്കാറ്റി വശം. ആ ഉണ്ടോ, ചാടിപ്പോകുന്നുണ്ടോ, തൂളിയാണെന്ന് തോന്നേ. നമുക്കത് ഒരു ചേറുമീൻ കൂടെ കിട്ടിയിട്ടുണ്ടേ. അനിയണ്ണൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ, ചേറുമീനാണ്. അതുകൊണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അതിനെ ഓടിക്കാൻ പോകാം. കണ്ടോ, അടുത്ത് പിന്നെ തൂളിയാണത്. നല്ല സൈസ് തൂളിയാണ്.
അനിയണ്ണേ ആ ചേർമീനെ അങ്ങ് ഒടിക്കുക. ശകലം പാടാ, ശരിക്കും പിടുത്തം കിട്ടിയെങ്കിൽ അവനെ ഒടിക്കാൻ പറ്റത്തുള്ളൂ. ഉണ്ടാ ഒടിച്ച് ഇനി അവൻ അനങ്ങാതെ അവിടെ കിടന്നോളൂ. വലയുടെ നമുക്ക് പേടിക്കേണ്ട കാര്യം വരത്തില്ല. കണ്ട അനിയണ്ണ ആ അടുത്ത മണൽവാഴ ഇട്ടിട്ടുണ്ടേ. കണ്ട വരുന്നുണ്ടോ? ഷാജിയാണ് മണൽവാഴം കൊണ്ട് വരുന്നുണ്ടോ? കണ്ട അതാ പറഞ്ഞ അവരെ കൊണ്ട് അടിവല വലിപ്പിച്ച് ലാസ്റ്റ് ഇങ്ങോട്ട് താഴത്തേക്ക് പോരും. കൊമ്പടിച്ചിട്ടാ മേളും 3 കൊമ്പ് പൊടിച്ചിട്ട് എന്ത് കുടഞ്ഞു കിടക്കുന്നു. അതിന് പേര് മാറ്റിയാണ് തല എടുത്ത് വെച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഒരു കാര്യം ഒരു പോളെ ഇറക്കി. മഞ്ഞക്കൂരി ഉണ്ട്, മഞ്ഞക്കൂരി. കരിമീൻ സൈസ് എവിടെ നിന്നൊരു വരാനും കൂടി അവിടെ 10 രൂപ. അതാ എന്നെ ഇന്നലെ വിളിച്ചത്. അതെ കൊണ്ടുവന്ന് വല വലി ആ വല ആ മുറിയിട്ടിരിക്കുന്ന വല അവിടെ കാലിന് ചവിട്ടി പിടിക്കണം. അവിടെ ഒരു കൈക്ക് ഉള്ളു വല വലിക്കണം. അവിടെ നിന്ന് വലിക്കാൻ പോണേ വലിക്കാൻ. നമ്മൾ ഒടിച്ചിട്ട ചെറുമീനത് അപ്പുറത്ത് വെള്ളത്തിൽ ഇട്ടതാ. ഇപ്പൊക്കെ കിട്ടും. കരിമീൻ. അതിനകത്ത് ചെറുമീൻ കിടപ്പുണ്ട് കേട്ടോ. എന്നാ അടുത്ത ചെറുമീൻ.
അത് ചത്തിട്ടില്ല, ജീവനുള്ള സാധനമാണ്. ठीक है मैं हंस അയ്യോ എന്നാ എന്നാ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ 2 കിലോയുടെ മുകളിലുണ്ടോ സാധനം അല്ലേ? ആയല്ലോ ചെറുമീനുണ്ടേ? ഇതെല്ലാം പറിക്കാൻ വേണ്ടി എന്നതാ? ആ മറ്റേ അല്ല ഇത് നമ്മുടെ അയ്യോ ചങ്കടി അല്ലേ? ആ അതിനല്ലേ ചങ്കടി എന്ന് പറയുന്ന സാധനം അല്ലേ? എല്ലാം നീ ഓടിച്ചു പ്രിയമണിയെ വിളിക്കണം. ഇത്ര മീനുള്ളപ്പം പ്രിയമണിയെ വിളിച്ചും ബാക്കിയുള്ള മീൻ എവിടെ? ഇത്രയും പുല്ലനും ഗുരുവായി ഇതിൻ്റെ വരെ ഉള്ളു. അവിടെ നിന്ന് മാർക്കറ്റ് 20 രൂപ മാർക്കറ്റ് 200 രൂപ? ഏത് മറ്റേ ഇതിനോ ചെറുമീനോ? ആ എൻ്റെ ദൈവമേ കിട്ടിയ കാരണം അത് ഞാൻ പിടിക്കാൻ ഒരു ചാടുക കൂടിയാ തന്നെ കൊണ്ട് ചാടി കണ്ണു കൊടുത്ത് പിന്നെയാണ് അല്ല കൊഞ്ച് നിർത്തണേ. ഇത് വേറെ മറ്റേ സർക്കാരിൻ്റെ ഇവിടെ ഒന്നുണ്ട് നാളെ എന്നാ പയ്യ ഉണ്ട്, ചിലപ്പോൾ വരാലൊക്കെ ചത്തു പോകും കേട്ടോ. ചെന്നേ അവിടെ കിടപ്പൊന്നുമില്ല, അവിടെ എടുത്ത് മുങ്ങി കിടക്കുക. ഉറപ്പം കളഞ്ഞു അതൊക്കെ വലുതായ ഇതുപോലെ കല്യാണ പൈസയൊക്കെ ആയ വെച്ച് കൊടുക്കാം. അങ്ങനെ കൂടി കളഞ്ഞത് അല്ലടാ അത് വേറെ ഞാൻ ചോദിച്ചു അതുണ്ടോ? അത് അപ്പുറത്താണ് 47 അപ്പുറത്തേക്ക്
കയ്യുമ്പോ പിടിച്ചതാ വല വലിക്കാടാ പൂജ നൽകും നിന്റെ കയ്യിരുന്നാ മതി ആ വല ആ അതോ അങ്ങനെ വെച്ചാൽ മതി ആ നിന്റെ കയ്യിരുന്ന് വെച്ചാൽ വല അത്ര നീ അതെന്തിനാ മാടുന്നത് ആ അങ്ങനെ വെച്ചാൽ മതി ആ അങ്ങനെ വെച്ചാൽ മതി ആച്ചമ്പലാണ് കൊന്ന പാറക്കും രാമങ്കേരി കഴിവിന്റെ വില ആണോ രാമങ്കേരിലും തോന്നുന്നില്ല ഭയങ്കര പ്രിയമുള്ള മീൻ അങ്ങനെ ഇവിടുത്തെ കുറെ വല നല്ല ഈ വല വയ്ക്കുന്നു ആ ഒഴിച്ച് രണ്ട് പരിപാടിക്കാൻ അറിയാം വള്ളക്കളിക്ക് അവരുടെ അച്ഛൻ്റെ ആണ്ട് ശരിയാണോ ആടച്ചാത്ത ചത്തില്ല എവിടെ പോയോ പോയി പോയി കൊഞ്ച് ഇതാണ് കൊഞ്ച് കൊഞ്ച് കരയല്ലേ ഇത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനമാണ് കായലിലെ ഏറ്റവും വലിയ വിലയുള്ള കൊഞ്ചാണ് ഇതാണ് കായലിലെ അങ്ങനെ അപ്പം നമ്മുടെ ചെരുവം കമത്താൻ പോവാണ്. അതിനകത്ത് കൊഞ്ച്, കരിമീൻ, മഞ്ഞക്കുഴി എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾ തിരിയണം. മഞ്ഞക്കൂരി ചെറിയ വെള്ളത്തിൽ കൊഞ്ച് ഉടക്കുന്നുണ്ട് ഉടക്കുകൂടി ഇത് തിരിഞ്ഞതിന് ശേഷം നമ്മളിത് കഴുകി എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ഐസ് ചെയ്യും. എന്നിട്ട് രാവിലെ മാർക്കറ്റിൽ കൊണ്ടുപോകും, ആലപ്പുഴ മാർക്കറ്റ്. മഞ്ഞക്കുരി നമ്മൾ വീടിൻ്റെ അവിടെ ആർക്കെങ്കിലും വേണേൽ കൊടുക്കും. കൊഞ്ച് കിട്ടുക്കാച്ചി കൊഞ്ച്. ഇതാ നമുക്ക് കിട്ടിയ കൊഞ്ചിത്രം. ഇനി കരിമീനുണ്ട്, കരിമീനും അതിൻ്റെ കൂടെ ഇടാൻ പോവാണ്. എന്നിട്ടെല്ലാം കൂടെ നമ്മൾ കഴുകും. കഴുകിയിട്ട് ഐസ് ചെയ്യും. ഐസ് ചെയ്തിട്ട് രാവിലെ മാർക്കറ്റിൽ കൊണ്ടുപോകും.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അല്ല, കരിമീൻ വെള്ളത്തിൽ വലിയ കുഴപ്പമില്ല. ഒരു 3-4 കിലോ ഉണ്ട്. കൊഞ്ചൊരു 1 കിലോയുടെ അടുത്ത് വരും. അല്ല, കരിമീൻ വെള്ളത്തിൽ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത് മഞ്ഞക്കുരിയാണ്. മഞ്ഞക്കുരി ഐസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഐസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കളറ് മാറിപ്പോവും. കളറ് മാറിക്കഴിഞ്ഞാൽ അതിന് ഡിമാൻഡില്ല, ആരും എടുക്കത്തില്ല. അപ്പം കളറ് മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസേൽ മുട്ടാതെ ഇവനെ ഐസ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചെറുമീനുണ്ടെന്ന് അത്ര തന്നെ ഒന്നും വലിപ്പമില്ല, മറ്റേ ചെറുതല്ലേ. വീട്ടടിക്കാം.